വെച്ചാ ഞാൻ പോകുന്നത്, വെറും കൈയോടെയല്ല ഞാൻ പോകുന്നത്. ആ രണ്ടു കാര്യം നിങ്ങളിൽ ഉണ്ടാകുമെന്നും ആ രണ്ടു കാര്യങ്ങളുടെ പ്രത്യേകത, ആ മാർഗം നിങ്ങൾ അവലംബിച്ചാൽ, ആ മാർഗം നിങ്ങൾ സ്വീകരിച്ചാൽ ലന്തളില്ലു, ഒരിക്കലും നിങ്ങൾക്ക് വഴികേട് സംഭവിക്കുകയില്ല, നിങ്ങൾ റൂട്ട് തെറ്റിപ്പോവുകയില്ല, പിഴച്ചു പോവുകയില്ല. ഏതാണ് ആ രണ്ടു കാര്യങ്ങൾ? കിതാബുല്ലാഹി വ സുന്നത്തു റസൂലിഹി. ഒന്ന് അല്ലാഹുവിന്റെ കിതാബാണെങ്കിൽ, രണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയാണെന്ന് പ്രവാചകൻ പറഞ്ഞു പോയെങ്കിൽ, മാന്യ സഹോദരങ്ങളെ, ഈ രൂപത്തിൽ ലോകാവസാനം വരെ നിലനിൽക്കുന്ന രൂപത്തിൽ സംരക്ഷിക്കപ്പെട്ട ഇസ്ലാമിനെ അങ്ങനെ തന്നെ മുസ്ലിം ഉമ്മത്ത് സ്വീകരിച്ചുകൊണ്ട് നിലനിൽക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞോ? പറഞ്ഞില്ല. ഖുർആൻ ലോകാവസാനം വരെ ഉണ്ടാകും, സുന്നത്തും ലോകാവസാനം വരെ ഉണ്ടാകും. പക്ഷേ മുസ്ലിമും, മാന്യ സഹോദരങ്ങളെ മനസ്സിലാക്കണം, ഇസ്ലാം ദീൻ ലോകാവസാനം വരെ നിലനിൽക്കും, സുന്നത്തും നിലനിൽക്കും. പക്ഷേ മുസ്ലിം സമൂഹമോ, മുസ്ലിം ഉമ്മത്തോ, മുസ്ലിം ഉമ്മത്തിന്റെ കാര്യത്തിൽ ആ ഗ്യാരണ്ടി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞോ? പറഞ്ഞില്ല. മുസ്ലിം ഉമ്മത്തിന്റെ, ആ സമൂഹത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താ? ലതത്തബിഉന്ന സനന മൻ കാന ഖബലകും. നിങ്ങൾ അഥവാ ഈ മുസ്ലിം ഉമ്മത്ത്, അഥവാ നിങ്ങളുടെ അവസ്ഥ, നിങ്ങളുടെ നിലവാരം എന്തായിരിക്കുമെന്നറിയോ? അതെ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരുടെ മാർഗത്തെ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരുടെ ആ മാർഗത്തെ നിങ്ങൾ അവലംബിക്കുക തന്നെ ചെയ്യും, അത് സ്വീകരിക്കുക തന്നെ ചെയ്യും, നിങ്ങൾ അവരെ പിൻപറ്റുക തന്നെ ചെയ്യും, നിങ്ങളവരുടെ മാർഗം സ്വീകരിക്കുക തന്നെ ചെയ്യും. എത്രത്തോളം? എങ്ങനെ? ശിബറം ബി ശിബിരിൻ ദിറാം ബി ദിറാ, ചാണിനു ചാണായും മുഴത്തിന് മുഴമായും. നിങ്ങൾ മുൻഗാമികൾ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ തലമുറകളെ ചാണിനു ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുക തന്നെ ചെയ്യും. എത്രത്തോളം? ഹത്താ ലൗ ദഖലു ജുഹറ ലബ്, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ തലമുറകളിൽപ്പെട്ട ഏതെങ്കിലും ഒരുത്തൻ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ അവിടെ വരെ നിങ്ങൾ കയറി ചെല്ലും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്ത്? നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയൊരുത്തൻ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിടൂല, നിങ്ങൾ മോശാവൂല. എന്തേ കാരണം? ഉടുമ്പിന്റെ മാളത്തിന് പ്രത്യേകതയുണ്ട്. അതിന്റെ കവാടം വളരെ ചെറിയ, ഞെരുങ്ങി കയറാൻ പറ്റുന്ന കവാടമായിരിക്കും, വാതിൽ വളരെ ചെറുതായിരിക്കും. അകത്തേക്ക് കയറിയാൽ ഒരുപാട് വഴികളായിരിക്കും, തുരങ്കങ്ങളായിരിക്കും, മാളങ്ങളായിരിക്കും. ഈ രൂപത്തിൽ സംവിധാനിക്കപ്പെട്ട ഉടുമ്പിന്റെ മാളത്തിലേക്ക് ഒരാൾക്ക് കയറണമെങ്കിൽ അങ്ങേയറ്റം പ്രയാസപ്പെട്ട് ജീവഹാനി ഭയന്ന് ആ രൂപത്തിൽ വേണം ഒരാൾ കടന്നു ചെല്ലാൻ. അങ്ങനെ ഏതെങ്കിലും ഒരുത്തൻ നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ ആ സമൂഹത്തിൽ ഒരുത്തൻ ഇങ്ങനെ കഷ്ടപ്പെട്ട ഉടുമ്പിന്റെ മാളത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കൂല അതിന്റെ പണി, ആ രംഗത്ത് നമ്മൾ പുറകോട്ട് പോകാൻ അത്ര ജരുങ്ങി പ്രയാസപ്പെട്ടതിലേക്ക് കയറണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കൂല. നേരെ മറിച്ച് നിങ്ങളും പോകും അതിന്റെ പുറകെ, കഷ്ടപ്പെട്ട് തിങ്ങി ഞെരുങ്ങി, അത് ജീവഹാനി അതിനെ ഭയന്നിട്ടാണെങ്കിലും നിങ്ങൾ അതിന്റെ ഉള്ളിൽ കയറിയിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അത്രത്തോളം നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരെ പിൻപറ്റും. ഇത് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ തലമുറകളെ പിൻപറ്റുമെന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരെന്നതുകൊണ്ട് അങ്ങ് ഉദ്ദേശിക്കുന്നത് അൽയഹൂദ വന്നസാറ, യഹൂദ നസറാക്കളെ ഞങ്ങൾ പിൻപറ്റുമെന്നാണോ നബിയേ? അവരെ ഞങ്ങൾ പിൻപറ്റുമെന്നാണോ നബിയെ താങ്കൾ പറയുന്നത്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു ചോദിക്കുന്നു, ഖാല ഫമൻ, അല്ലാതെ പിന്നെ ആരെയാണ്? നിങ്ങൾ അവരെ തന്നെ പിൻപറ്റുന്ന പറഞ്ഞത്. ആരെ? യഹൂദികളെയും നസ്വാറാക്കളെയും. ഒരു മുഅ്മിനായ മനുഷ്യന്റെ പ്രാർത്ഥന എന്താണ്? ഞാനും നിങ്ങളും നടത്തുന്ന പ്രാർത്ഥന എന്താണ്? നിർബന്ധമായും നടത്തുന്ന പ്രാർത്ഥന എന്താണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നേരായ മാർഗത്തിലൂടെ എന്നെ നീ നയിക്കണേ. ഏതാണ് ആ നേരായ മാർഗം? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്, നീ അനുഗ്രഹിച്ച പ്രവാചകന്മാരുടെ മാർഗമാണ്, സിദ്ദീഖുകളുടെ ശുഹദാക്കളുടെ മാർഗമാണ്, സ്വാലിഹുകളുടെ മാർഗമാണ്. ആ മാർഗത്തിലൂടെ എന്നെ നയിക്കണേ റബ്ബേ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, വഴിപിഴച്ചവരുടെ മാർഗമല്ല, അതുപോലെ നിന്റെ കോപത്തിന് വിധേയരായവരുടെ മാർഗവുമല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ മഅന, അതിന്റെ അർത്ഥം മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞാൽ യഹൂദികളുടെ മാർഗത്തിലല്ല, വലദ്ദാലീൻ എന്ന് പറഞ്ഞാൽ നസ്വാറാക്കളുടെ മാർഗത്തിലുമല്ല, വഴിപിഴച്ചവരുടെയോ കോപത്തിന് വിധേയരായ യഹൂദികളുടെയോ മാർഗത്തിലല്ല റബ്ബേ. ആ മാർഗത്തിൽ എന്നെ നയിക്കരുത് എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്ത്, അവർ ആരുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നു, അവരുടെ മാർഗം സ്വീകരിച്ച് വഴിതെറ്റിപ്പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അവസാനം എത്രത്തോളമാകും നബി പറഞ്ഞു, ബദഅൽ ഇസ്ലാമു ഗരീബാ വസയഊദു കമാ ബദഅ ഫതൂബാ ലിൽ ഗുറബാ.
ബദഅൽ ഇസ്ലാമു ഗരീബൻ, ഇസ്ലാം ആരംഭിച്ചത് അപരിചിതമായ അവസ്ഥയിലാണ്. എന്ന് പറഞ്ഞാൽ എന്താ അപരിചിതം എന്ന് പറഞ്ഞാൽ അർത്ഥം? ഇസ്ലാം ഒരിക്കലും ഒരു പുതിയ മതമല്ല. മക്കയുടെ മടിത്തട്ടിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്ന് അവതരിപ്പിച്ച പുതിയ മതമല്ല ഇസ്ലാം. നേരെ മറിച്ച് ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും യാക്കൂബ് നബിയും അയ്യൂബ് നബിയും സുലൈമാൻ നബിയും അതുപോലെ ദാവൂദ് നബിയും അവിടെ നിന്നിങ്ങോട്ട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും ഈസാ നബി വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും ഒരുപോലെ ലോകത്ത് പറഞ്ഞു പഠിപ്പിച്ച വിശുദ്ധമായ ഈ ഇസ്ലാമാകുന്ന ആദർശത്തെ മക്കയിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ പഠിപ്പിക്കുമ്പോൾ ആ നാട്ടുകാർക്ക് പുതുമയായിട്ടാ തോന്നിയത്. അപരിചിതമായ ഒരു പുതിയ മതം പോലെ അവർക്ക് തോന്നിയത്. അവർ ചോദിച്ചത്, അല്ലടാ നമ്മുടെ ഉപ്പുപ്പ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്നാണ്, നമ്മുടെ വല്യാപ്പ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇത് ആ മാർഗ്ഗമല്ലല്ലോ, ഇതൊരു പുതിയ മാർഗ്ഗമാണല്ലോ എന്ന് അവർ ചോദിച്ചത്. ഇതൊരു പുതിയതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടത്. ഇസ്ലാമിന്റെ പ്രത്യേകത അത് പുതിയതായിട്ട് തോന്നും, എപ്പോഴും പുതിയതായ തോന്നും. കാര്യം എന്താ? ഇസ്ലാം പഴയതാണ്, പക്ഷേ പഴഞ്ചനല്ല. അതുകൊണ്ട് തന്നെ ഏതുപോലെ സൂര്യൻ പഴയതാണ്, പഴഞ്ചനല്ല എന്നതുപോലെ ഇപ്പൊ ഇന്ന് സൂര്യൻ അസ്തമിച്ചു, രാത്രിയാണ്. നാളെ കിഴക്ക് സൂര്യൻ ഉദിക്കുമ്പോ എന്താ നിങ്ങൾ പറയാ? പുതിയ പ്രഭാതം. എന്തേ പുതിയ സൂര്യൻ വന്നതാ? ആണോ? അല്ല, പഴയ സൂര്യൻ തന്നെ കറങ്ങി വന്നതാ. പക്ഷെ നിങ്ങൾക്കത് തോന്നും പുതിയ സൂര്യനാണ്. ആ സൂര്യൻ നാളെ വൈകിട്ട് അസ്തമിച്ച് അടുത്ത ദിവസം വീണ്ടും ആ കിഴക്ക് സൂര്യൻ ഉദിക്കുമ്പോ ഒരു ഇരുട്ടിന് ശേഷം വീണ്ടും ആ സൂര്യൻ വരുമ്പോ നിങ്ങൾക്ക് തോന്നും എന്ത്? പുതിയ സൂര്യൻ, പുതിയ പ്രഭാതം. അങ്ങനെ പറയുന്നത് അല്ലേ? എന്നാൽ സൂര്യനോ പഴയതാ. അത് ആകാശഭൂമികളെ സൃഷ്ടിച്ച് അന്ന് മുതൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നിങ്ങൾക്കെന്നും അത് ഏറ്റവും പുതിയതായി പുതുമയോടെ അനുഭവപ്പെടുന്നുവെങ്കിൽ ഇസ്ലാമും അങ്ങനെ തന്നെയാണ്. ഒരു അന്ധകാരം ഒരു നാട്ടിലുണ്ടെങ്കിൽ അവിടെ ഇസ്ലാം അവിടേക്ക് വരുമ്പോ ഒരിക്കലും അത് പഴഞ്ചനായി തോന്നൂല, പഴയതാണ്. പക്ഷേ പുതുമയായ ആളുകൾക്ക് അനുഭവപ്പെടുള്ളൂ. ഇന്ന് ഇവിടുന്ന് തൗഹീദ് പറഞ്ഞാലും നാട്ടുകാർക്ക് തോന്നുന്നു, ഇത് പുതിയതാണല്ലോ, ഇത് ഫ്രഷ് സാധനമാണല്ലോ എന്ന് ആളുകൾക്ക് തോന്നും. അത് ഇസ്ലാമിന്റെ പ്രത്യേകതയാണ്. ഇന്ന് ഇവിടുന്ന് ഖുർആന്റെ ആയത്ത് ഓതിയാലും ഇത് ഫ്രഷ് ആണല്ലോ എന്ന് തോന്നും. അത് ഖുർആന്റെ പ്രത്യേകതയാണ്. അതെന്ത്? ആ രൂപത്തിൽ അള്ളാഹു അതിനെ സംവിധാനിച്ചു. നമ്മൾ മനസ്സിലാക്കണം, ഈ രൂപത്തിൽ മുഹമ്മദ് നബി വന്ന് പറയുമ്പോൾ പുതിയതാണെന്ന് ആൾക്കാർക്ക് തോന്നിയത്, ഇതൊരു പുത്തൻവാദാണല്ലോ എന്ന് ആളുകൾക്ക് തോന്നിയത്. അവർക്ക് അങ്ങനെ അനുഭവപ്പെട്ടത്. അള്ളാഹിന്റെ റസൂല് പറയാണ്, കാലം കുറച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഇസ്ലാമൊക്കെ പഠിപ്പിച്ച് ഖുർആൻ പഠിപ്പിച്ച് സുന്നത്ത് പഠിപ്പിച്ച് ഞാനങ്ങ് പോവുകയാണ്. ഞാൻ പോയിട്ട് പിന്നെ കുറച്ചു കാലം കഴിഞ്ഞാലോ ആരംഭാവസ്ഥയിലേക്ക് അഥവാ ഈ തുടങ്ങിയിടത്തേക്ക് ഇസ്ലാം തിരിച്ചു പോകും. കാര്യം ഇസ്ലാമിനെ പറ്റി പറയുമ്പോൾ അപരിചിതമായ ആളുകൾക്ക് തോന്നുന്ന ആ അപരിചിതാവസ്ഥയിലേക്ക് ഇസ്ലാം തിരിച്ചു പോകും. അന്ന് മുസ്ലിങ്ങൾക്കും ഇസ്ലാം അറിയൂല, അമുസ്ലിങ്ങൾക്കും ഇസ്ലാം അറിയൂല. അങ്ങനത്തെ അവസ്ഥയുണ്ടാവും. അമുസ്ലിങ്ങൾക്കും അറിയില്ല, മുസ്ലിങ്ങൾക്കും അറിയില്ല. ഈ ഇസ്ലാം പറഞ്ഞു കൊടുക്കേണ്ട മുസ്ലിങ്ങൾക്കും ഇസ്ലാം അറിയില്ല. അതുപോലെ തന്നെ മുസ്ലിങ്ങളെ കണ്ട് ജീവിക്കുന്ന അമുസ്ലിങ്ങൾക്കും ഇസ്ലാം എന്തെന്നറിയില്ല. ഇസ്ലാം എന്തെന്നറിയാത്ത അവസ്ഥ നമുക്ക് പറയാൻ കഴിയുമോ? ഈ നാട്ടിലുള്ള മുസ്ലിം സഹോദരങ്ങൾക്കൊക്കെ ഇസ്ലാം കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഇസ്ലാം പഠിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇനി ഞാൻ ഇസ്ലാം പഠിച്ച ആളാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് പറയാൻ പറ്റില്ല. അത് പറയാൻ കഴിയുന്നില്ല. എനിക്ക് ഇസ്ലാം അറിയാതെ പറയാൻ പറ്റുമോ? പറയാൻ കഴിയുന്നില്ല. ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്ന് മനസ്സറിഞ്ഞ് പറയാൻ കഴിയോ? ഞാൻ മുസ്ലിങ്ങൾ. ആരാ മുസ്ലിം? ഒരാൾ വന്നിട്ട് ചോദിക്കാൻ, ആരാ മുസ്ലിം? ഇസ്ലാമിക തത്വശാസ്ത്രങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കുന്ന മുസ്ലിം ആരാ? നിങ്ങൾ ഇസ്ലാമൊക്കെ പറയുന്നുണ്ടല്ലോ, എവിടെ മുസ്ലിം? ആരാ മുസ്ലിം എന്നൊരാൾ വന്നിട്ട് ചോദിച്ചാൽ, ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാനാണ് മുസ്ലിം എന്ന് പറയാനുള്ള യോഗ്യത നമ്മൾ നേടിയിട്ടുണ്ടോ? ശരിക്കും നമ്മൾ തിരിച്ചറിഞ്ഞില്ല. ചിന്തിക്കണം, ആലോചിക്കണം, ആക്ഷേപിക്കല്ല, വിമർശിക്കല്ല, ആത്മഗതം ചെയ്യുകയാണ്. നമ്മളെല്ലാവരും നടത്തേണ്ട ആത്മഗതം, നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ എല്ലാവരും നടത്തേണ്ട സ്വയം വിചാരണ. നമ്മൾ പഠിച്ചോ ഇസ്ലാമിനെ? ഈ രൂപത്തിൽ ഇസ്ലാം അപരിചിതമായി പോകുന്ന അവസ്ഥയുണ്ടാകും. ഇസ്ലാം ആളുകൾ വിസ്മരിക്കുന്ന അവസ്ഥയുണ്ടാകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താന്റെ അർത്ഥം എന്നറിയാത്ത മുസ്ലിമീങ്ങളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്ത മുസ്ലിമീങ്ങളുണ്ട്. ബാങ്കിന്റെ ലഫ്ളിന്റെ അർത്ഥം അറിയാത്ത മുസ്ലിങ്ങളുണ്ട്. ബാങ്ക് ഏത് ഭാഷയിലാണെന്ന് പോലും അറിയാത്ത മുസ്ലിങ്ങളുണ്ട്. ബാങ്ക് ഏത് ഭാഷയിലാണ് കൊടുക്കുന്നത് അറിയാത്ത മുസ്ലിങ്ങൾ. സാധാരണ ഒരു തമാശ പറയാറുണ്ട്, ഒരാൾ ഇവിടുന്ന് ഹജ്ജിന് പോയിട്ട് രാത്രി അവിടെ പോയി എയർപോർട്ടിൽ ഇറങ്ങി. എന്നിട്ടോ അവിടുന്ന് ആളുകൾ അറബികൾ ഇങ്ങനെ സംസാരിക്കണ കേൾക്കണം. ഇയാൾ ആദ്യമായിട്ട് ചെന്നിട്ട് അറബി സംസാരിക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. ഈ കൂടുതൽ ആളുകൾ വർത്തമാനം പറയല്ല, പുറത്തുനിന്ന് ആര് വർത്തമാനം മനസ്സിലാവില്ല. എവിടെ ചെന്നിട്ട് ഇയാൾക്കൊന്നും മനസ്സിലാവില്ല. അങ്ങനെ ചെന്ന് അവസാനം പിന്നെ ബാങ്ക് കൊടുത്തപ്പോ ഒരാൾ ഒരു ആശ്വാസമായി. കാര്യം ബാങ്ക് ഇവിടെ മലയാളത്തിൽ തന്നെയാണ്. ബാങ്ക് ഇവിടെയും മലയാളത്തിൽ തന്നെയാണ്.
അങ്ങനെ ആള് പറഞ്ഞു, തമാശ പറയാണ്, ആളുകളുടെ അനുഭവം പറയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴോ നാട്ടിൽ നിന്ന് പോയപ്പോ ആളുകള് ചില ആളുകൾ പറഞ്ഞിട്ട് അവിടെ ചെന്ന് വഹാബികളെ സൂക്ഷിക്കണോ, മക്കത്തും മദീനത്തൊക്കെ ഒരുപാട് വഹാബികൾ ഉണ്ടാവും, അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് വേറെ ആളെ കൊണ്ടുപോയത്. അങ്ങനെ അയാളോട് ചെന്ന് കഴിഞ്ഞപ്പോ ബാങ്ക് കൊടുക്കുക, സുബഹി ബാങ്ക് കൊടുക്കുകയാണ്. അപ്പോ എന്നൊക്കെ വിളിച്ചു പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു എന്ത്, അസ്സലാത്തു ഖൈറും മിനൻ നൗം. അപ്പൊ മൂപ്പര് പറഞ്ഞു, ഇവിടെ ഒന്ന് ബാങ്കൂടെ വഹാബികൾ മാറ്റിയിട്ടുണ്ട്. ഇവിടെ എല്ലാം മാറ്റി കൊടുത്തിട്ട് എന്ത് മാറ്റി, ബാങ്ക് മാറ്റി. കാരണം നാട്ടിൽ ഇത് കേട്ടിട്ടില്ല. നാട്ടിൽ നിന്ന് മൂപ്പര് അസ്സലാത്തു ഖൈറും മിനൻ നൗം പറഞ്ഞത് കേട്ടിട്ടില്ല. ആദ്യമായിട്ട് അവിടെ ചെന്നപ്പോഴാണ് കേൾക്കുന്നത്. അപ്പോ ഈ രൂപത്തിൽ നമ്മളെ കുറിച്ച് തമാശകൾ പറയുന്ന അവസ്ഥ ഒരു വേള ശരിയാണ് എന്ന് തോന്നിപ്പോകുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ അവസ്ഥ ആ രൂപത്തിലായി പോയതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഈ രൂപത്തിൽ ഇസ്ലാമിൽ നിന്ന് അകന്നു പോകുന്ന, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാത്ത, ബാങ്കിന്റെ ലഫ്സിന്റെ മാന പോലും അറിയാത്ത ഒരു ജനതയായി നമ്മൾ മാറിപ്പോയി എങ്കിൽ ഇവിടെ ഇസ്ലാമിനെ പറയേണ്ടതുണ്ട്, പഠിപ്പിക്കേണ്ടതുണ്ട്. അതുമായി ആരെങ്കിലും വന്നാൽ, ഈ സമയത്ത് ആരെങ്കിലും ആരെങ്കിലും പ്രവർത്തിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫതൂബാലിൽ ഖുറബാ, ഫതൂബാലിൽ ഖുറബാ. ഇസ്ലാം അപരിചിതമായി പോകുന്ന അവസ്ഥയിൽ ആ അപരിചിതത്വം കണക്കാക്കാതെ അപരിചിതരായ ജനങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇസ്ലാം പറയുന്നവർ, ഇസ്ലാം പഠിപ്പിക്കുന്നവർ, അവർക്കാണ് എന്റെ ആശംസകൾ, അവർക്കാണ് എന്റെ മംഗളങ്ങളെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് മറന്നു പോകുമ്പോ അത് അവന്റെ പാടായി, അവന്റെ വിധിയായി, അവൻ എങ്ങനെ പോയിക്കോട്ടെ, നമുക്കെന്താ ചെയ്തോ, നരകത്തിൽ പോയാൽ നമുക്കെന്താ എന്ന് ചിന്തിക്കാതെ ആളുകൾക്ക് അപരിചിതം, ഇസ്ലാം അപരിചിതമായി പോകുന്ന ഘട്ടത്തിൽ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ് അപരിചിതരായ ജനങ്ങളിൽ നിലകൊണ്ട് ഇസ്ലാമിക തത്വങ്ങൾ പ്രസംഗിച്ച് അത് ജനങ്ങൾക്ക് എത്തിച്ച് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് ആശംസകളെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 മുമ്പ് പ്രഖ്യാപിച്ചുവെങ്കിൽ, മാന്യ സഹോദരങ്ങളെ, ഈ കേരള മണ്ണിൽ മഹത്തായ ഈ ആദർശ പ്രസ്ഥാനം നിലകൊള്ളുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ത് എന്ന് ജനങ്ങളോട് പറയാൻ വേണ്ടിയാണ്. ഇസ്ലാം എന്താണെന്ന് പറയാൻ വേണ്ടിയാ. അല്ലാതെ ഈ ആൾക്കൂട്ടം ഇവിടെ കൂടിയത് എന്തിനാ? പിറവം ഇലക്ഷനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനല്ല, അതിനല്ല ഈ ആൾക്കൂട്ടം. അതല്ലെങ്കിൽ ഈ പ്രസംഗത്തിന്റെ അവസാനം ഒരു ആഹ്വാനം നടത്തും, പുതിയൊരു സ്ഥാനാർത്ഥി, അടുത്ത ഇലക്ഷനിൽ പങ്കെടുക്കുന്ന ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയെ നിങ്ങൾ ജയിപ്പിച്ച് MLA ആക്കണം അല്ലെങ്കിൽ MP ആക്കണം എന്ന് പറയാൻ വേണ്ടിയല്ല. നാട്ടിൽ പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് രാഷ്ട്രീയ പാർട്ടികൾ, ആ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നിൽ ആൾബലം കാണിച്ച് വിലപേശാനുമല്ല ഈ സംഘം ഇവിടെ ഉള്ളത്. മുജാഹിദ് പ്രസ്ഥാനം അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആളുകൾ കൂടുന്ന അതിനു വേണ്ടിയല്ല. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഞങ്ങൾക്ക് ഇത്ര വോട്ടുണ്ട്, മുജാഹിദ് എത്ര വോട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന പാർട്ടി ഞങ്ങളെ പരിഗണിക്കണം എന്ന് മുജാഹിദ് സ്റ്റേജിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു MP വേണം, MLA വേണം എന്ന് പറഞ്ഞിട്ട് ആ രൂപത്തിൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. വേണ്ട ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ഒരു ആള് നിൽക്കുന്നുണ്ട്, നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറയാൻ വേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. അതിനല്ല ഈ പ്രസ്ഥാനം. നേരെ മറിച്ച് വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും ആദർശം പറയാനാണ്. അവിടെ എങ്ങനെ ഞങ്ങളെ എതിരേൽക്കുന്നു എന്നത് പ്രശ്നമല്ല. അതിന്റെ പേരിൽ പരിഹസിക്കപ്പെടുവോ ഞങ്ങൾ നിൽക്കാൻ തയ്യാറാണ്. ഖുർആൻ പറഞ്ഞതിന്റെ പേരിൽ, സുന്നത്ത് പറഞ്ഞതിന്റെ പേരിൽ ആക്ഷേപം ചെറിയോ, കളിയാക്കുവോ, പരിഹസിക്കുമോ, അടിക്കുമോ, കല്ലെറിയുമോ, കൂക്കി വിളിക്കുമോ, ബഹിഷ്കരിക്കുമോ, മഹല്ല് വിലക്കുമോ, കല്യാണം മുടക്കോ, ഇതൊന്നും ഒരു വിഷയമല്ല. ഞങ്ങൾ അതൊന്നും ആലോചിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. നേരെ മറിച്ച് ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആദർശം പറയലാണ് ഞങ്ങളുടെ ദൗത്യം. ഇത് ഈ പ്രസ്ഥാനത്തിന്റെ എതിരാളികൾ വരെ അംഗീകരിക്കും. ഈ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത അതാണ് എന്ന്, ഈ പ്രസ്ഥാനത്തിന്റെ നിലപാടതാണ് എന്ന് ഈ പ്രസ്ഥാനത്തിന്റെ എതിരാളികൾ തന്നെ അംഗീകരിക്കുന്നുവെന്ന് വെറുതെ പറയില്ല. നിങ്ങൾ കേട്ടോളൂ, ഇത് KNMന്റെ പാഠപുസ്തകത്തിലുള്ളതാ. ഔദ്യോഗിക ഗ്രൂപ്പിന് എതിരുള്ള മടവൂരിന്റെ ഗ്രൂപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പാഠപുസ്തകം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് മടവൂർ ഗ്രൂപ്പിന്റെ ഒരു പുസ്തകത്തിൽ പറഞ്ഞു, എന്തായിരുന്നാലും ആ ഹദീസ് പാഠപുസ്തകത്തിൽ കൊടുത്ത് നന്നായില്ല, കാരണം ഖുറാഫികളെ തെളിവാക്കൂലേ. അപ്പോഴാണ് നമ്മുടെ പുസ്തകത്തിൽ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പൊ മറുവിഭാഗം അതിന് മറുപടി എഴുതി. സത്യം എന്റെ കയ്യിലെ പുസ്തകങ്ങൾ മറുവിഭാഗം മറുപടി എഴുതി, അള്ളാന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അത് ഖുറാഫിക്ക് തെളിവാകുമെന്ന് വിചാരിച്ച് മാറ്റിവെക്കൽ ശരിയല്ല, അത് അങ്ങനെ തന്നെ പാഠപുസ്തകത്തിൽ അങ്ങ് കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ മടവൂർ ഗ്രൂപ്പ് തിരിച്ച് അവിടെ ഷബാബിൽ മറുപടി അവരെഴുതി, അങ്ങനെ ഹദീസ് സ്വഹീഹാണെന്ന് വെക്കുകയാണെങ്കിൽ തന്നെ, പാഠപുസ്തകത്തിൽ കൊടുക്കുകയാണെങ്കിൽ തന്നെ നേർക്ക് നേരെ അർത്ഥം പറയുന്നവർ ഒരു വ്യാഖ്യാനം കൊടുത്തുകൂടായിരുന്നോ?
അവർ നിർദ്ദേശിച്ച വ്യാഖ്യാനമുണ്ട്. ഫൈന സ്വലാത്തക്കും മാറൂലത്തുൻ അലയ്യ, ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് ഒരേ സമയം കോടാനുകോടി ആളുകൾ സ്വലാത്ത് ചൊല്ലിയാൽ അതെനിക്ക് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞതിന്, അതായത് അതിന്റെ പ്രതിഫലം എനിക്ക് എത്തിക്കപ്പെടുമെന്ന് അർത്ഥം കൊടുത്താൽ പ്രശ്നത്തിന് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നില്ലേ? അപ്പൊ തിരിച്ചു കേന്ന മറുപടി. ഇതൊക്കെ അവരുടെ പുസ്തകത്തിൽ വന്ന വാക്കുകളാണ്. അള്ളാന്റെ റസൂലിന്റെ ഹദീസ് പറഞ്ഞാൽ അതിന് സ്വന്തം വക വ്യാഖ്യാനം കൊടുക്കുക എന്നത് ഒരു മുസ്ലിമിന് അനുയോജ്യമല്ല. ഞങ്ങളത് അങ്ങനെ തന്നെ അർത്ഥം കൊടുക്കും. യാഥാർത്ഥ്യം നിങ്ങൾ നോക്കൂ. യാഥാർത്ഥ്യം നിങ്ങൾ നോക്കാൻ, അതാ യാഥാർത്ഥ്യം. ഒരു ഹദീസ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാഠപുസ്തകത്തിൽ കൊടുക്കുക. അവൻ മടവൂരികൾ ചോദിച്ചത്രേ, നിങ്ങൾ എന്തിനാ ഈ ഹദീസ് പഠിപ്പിക്കുന്ന ആൾക്കാരേന്നാ? ആരും സുന്നികൾ തെളിവാക്കൂലേ? സുന്നികൾ തെളിവാക്കൂലേ? അപ്പൊ മറുപടി കൊടുത്തു വിചിന്തനം. എന്താ മറുപടി? അതപ്പോ ആര് തെളിവാക്കും? അയാൾ തെളിവാക്കും, ഇയാൾ തെളിവാക്കും എന്ന് വിചാരിച്ചിട്ട് ഒരു ഹദീസ് പറയാതിരിക്കാൻ പറ്റും? അത് പറയും. അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങളൊരു വ്യാഖ്യാനം കൊടുത്തൂടെ? ദുർവ്യാഖ്യാനം കൊടുത്തിട്ട് പറഞ്ഞൂടെ? അപ്പോ മുജാഹിദിന് മറുപടി കൊടുക്കുക, അത് പറ്റൂല. അള്ളാഹുവിന്റെ റസൂൽ ഒരു ഹദീസ് പറഞ്ഞ അത് അങ്ങനെ തന്നെ പറയല്ലാതെ പിന്നെ തോന്നിയ സവനവന് തോന്നിയ അർത്ഥം കൊടുത്തിട്ടാണ് പറയല്, അത് ഞങ്ങൾ ചെയ്യൂല. യാഥാർത്ഥ്യം നിങ്ങൾ നോക്കൂന്നാണ് ആര് പറയുന്നത്? അമ്പലക്കടവ് ഫൈസിയാണ്. അമ്പലക്കടവ് ഫൈസി മുജാഹിദ് ആയിട്ടില്ലല്ലോ? ആയിട്ടില്ല. എല്ലാവർക്കും അറിയാലോ? അറിയാം. അപ്പോ അമ്പലക്കടവ് ഫൈസി വരെ അംഗീകരിക്കുകയാണ് മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ, അവരോട് എതിരാളികൾ വന്നിട്ട് ഈ രൂപത്തിൽ ആക്ഷേപം ചൊരിയുമ്പോ പോലും അവര് പറയുന്നത് ഒരു ഹദീസ് നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയുകയും അതിന് റസൂലുള്ളാഹി അത് പറയുമ്പോഴേ അർത്ഥമാണോ ഉദ്ദേശിച്ചത് ആ അർത്ഥം തന്നെ പറയുകയും ചെയ്യും. അതിൽ എതിരാളികൾ മുജാഹിദ് പ്രസ്ഥാനത്തെ ആക്രമിച്ചപ്പോൾ പോലും അതിൽ മാറ്റം വരുത്താതെ ശക്തമായ നിലപാട് സ്വീകരിച്ചവരാണ്. അതാണ് യാഥാർത്ഥ്യം. യാഥാർത്ഥ്യം നിങ്ങൾ നോക്കൂ എന്ന് അദ്ദേഹം പോലും വിശദീകരിച്ചുവെങ്കിൽ ഇത് അവകാശപ്പെടാൻ കഴിയുന്ന ഏക പ്രസ്ഥാന മുജാഹിദുകളാണ്. ഏക പ്രസ്ഥാന മുജാഹിദുകളാണ്. കാരണം എന്താ? ഇത് അവകാശപ്പെടാൻ കഴിയുന്ന ഏത് ഖുർആനിലും സുന്നത്തിലുമുള്ള കാര്യം ഞങ്ങൾ അംഗീകരിക്കും, അത് ഞങ്ങൾ സ്വീകരിക്കും, അത് ഞങ്ങൾ ഉൾക്കൊള്ളും എന്ന് പറയാൻ കഴിയുന്ന കേരളത്തിലെ ഏക ഇസ്ലാമിക പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനമാണ് എന്ന് പറയുന്നത് ഒരിക്കലും അഹങ്കാരം കൊണ്ടല്ല, നേരെ മറിച്ചത് യാഥാർത്ഥ്യമായതുകൊണ്ടാണ്. ഇത് അംഗീകരിക്കാൻ സമസ്തയ്ക്ക് കഴിയില്ല. ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് യഥാർത്ഥത്തിൽ സമസ്ത സ്വീകരിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഒരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകുമായിരുന്നോ? ഇല്ല. കാരണം കേരള ജനത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ പറഞ്ഞ, നബി നേരത്തെ സൂചിപ്പിച്ച രൂപത്തിൽ ഇസ്ലാമിൽ നിന്ന് അകന്നുപോയി. ഇസ്ലാം പറഞ്ഞ കാര്യമില്ല മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കിയത്. ഇസ്ലാം എന്താ പറഞ്ഞത്? ദീൻ എന്താ പറഞ്ഞത്? ഖുർആൻ എന്താ പറഞ്ഞത്? അതേ ഖുർആൻ പറഞ്ഞതും സുന്നത്ത് പറഞ്ഞതും എന്താണ്? ഓ മനുഷ്യ, നിനക്ക് മരണമുണ്ട്. ഖുർആൻ പറയാ. മരണമുണ്ടെന്ന് മാത്രമല്ല ഖുർആൻ പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമah فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. അല്ലാഹു പറയുന്നു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാക്കളും മരണം ആസ്വദിക്കുന്നതാണ്, എല്ലാ ആത്മാക്കളും മരണം രുചിക്കുന്നതാണ്, എല്ലാവരും മരണവേദന അനുഭവിക്കുന്നതാണ്. മരണം, ആ അനുഭവം എല്ലാവർക്കും പിടിപെടുന്നതാണ്. ആരും അതിന്റെ പിടിയിൽ നിന്ന് മുക്തരല്ല. എല്ലാവരും മരിക്കാനുള്ളവരാണ്. ഖുർആൻ പറയാണ് എല്ലാവർക്കും മരണമുണ്ട്. അത് ഓർമ്മിപ്പിച്ചു അല്ലാഹു. അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ അറിയാത്ത അല്ലെങ്കിൽ ആ വിവരം കിട്ടാത്ത രൂപത്തിലാണ് നമ്മുടെ ഭാവം എന്നതുകൊണ്ട് അല്ലാഹു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, അല്ലടാ മരണമുണ്ട്. ആരും മരണത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടൂല. എത്ര ഉന്നതനായാലും, എത്ര വലിയവനാണെങ്കിലും, എത്ര വലിയ സ്വേച്ഛാധിപതിയാണെങ്കിലും അവനവസാനം അടിപതറി വീഴും. മരണത്തിന്റെ മുന്നിൽ, മരണത്തിന്റെ പിടിയിൽ അവൻ അകപ്പെടുക തന്നെ ചെയ്യും. അല്ലാഹു ആ വിവരം ഓർപ്പിക്കുകയാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാക്കളും മരണം ആസ്വദിക്കുന്നതാണ്. ഇത് പറഞ്ഞിട്ട് അല്ലാഹു എന്താ പറഞ്ഞത്? ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. ഓ മനുഷ്യ, നീ ഭൗതിക ലോകത്ത് ചെയ്യുന്ന നന്മയാകട്ടെ തിന്മയാകട്ടെ അതിന് പരിപൂർണമായ പ്രതിഫലം നൽകാൻ ഭൗതിക ലോകം പര്യാപ്തമല്ല. നീ നിന്റെ മാതാവിനെ സംരക്ഷിച്ചാൽ
ആരാരും കാണാത്ത നേരത്തും നിന്റെ മാതാവിനെ താങ്ങിയെടുത്തുകൊണ്ട് ആ മാതാവിന്റെ വിസർജ്യം നീ കഴുകി വൃത്തിയാക്കിക്കൊണ്ട് ആ മാതാവിന് മരുന്നൊഴിച്ചു കൊടുത്തുകൊണ്ട് ആ മാതാവിന്റെ തലയിൽ തലോടിക്കൊണ്ട് 1000 ആശ്വാസവചനങ്ങൾ പറഞ്ഞ് നിന്റെ മാതാവിനെ നീ സമാധാനിപ്പിക്കുന്നുവെങ്കിൽ അതിന് പ്രതിഫലം തരാൻ, അതിന് നിനക്ക് കൂലി തരാൻ ഒരിക്കലും ഭൗതിക ലോകം പര്യാപ്തമല്ല. മനുഷ്യ, വഴിയിൽ കിടക്കുന്ന ജീവന് വേണ്ടി പിടയുന്ന ആ മനുഷ്യൻ, അപകടത്തിൽപ്പെട്ട മനുഷ്യനെ എടുത്തുകൊണ്ടെടുത്ത ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ അതിനുള്ള പ്രതിഫലം തരാൻ മനുഷ്യ ഭൗതിക ലോകത്ത് ഒരു വ്യക്തിക്കും സാധ്യമല്ല. ഭൗതിക സംവിധാനങ്ങൾ കൊണ്ട് ഒരിക്കലും അതിന് പ്രതിഫലം തരാൻ കഴിയില്ല. നിന്റെ ജീവിതത്തിൽ നീ ഒരു ഇണയെ തെരഞ്ഞെടുക്കുമ്പോ നിനക്ക് ലക്ഷക്കണക്കിന് രൂപ സ്ത്രീധനം കിട്ടാനുള്ള വഴി തുറന്നു കിടന്നപ്പോഴും എനിക്ക് വേണ്ട, എനിക്ക് ആ ഹറാമിന്റെ പണം വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് നീ ഹലാലായ രൂപത്തിൽ പടച്ചവനെ പേടിച്ച് മഹർ കൊടുത്ത് നീ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവക്ക് നീ ചെലവ് കൊടുക്കുമ്പോ അതിന് കൂലി തരാൻ ഭൗതിക സംവിധാനങ്ങൾ കൊണ്ട് സാധ്യമല്ല മനുഷ്യ. അതേ, ആരാരും അറിയാതെ ഇരുളിന്റെ മറവിൽ നീ അനാശാസ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോ അതിനുള്ള ശിക്ഷ തരാൻ ഭൗതിക ലോകത്തെ സംവിധാനം പര്യാപ്തമല്ല മനുഷ്യ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നന്മയാകട്ടെ തിന്മയാകട്ടെ നീ പ്രവർത്തിക്കുന്ന ആ പ്രവർത്തനങ്ങൾക്ക് പരിപൂർണമായ പ്രതിഫലം നൽകപ്പെടുന്നത് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലാണ്. അതുകൊണ്ട് ആ ഘട്ടത്തിൽ ഫമൻ സുഹസിഹാനിൻ നാർ, ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ, അവനാണ് വിജയിച്ചവൻ, അവനാണ് വിജയിച്ചവൻ എന്ന് ഖുർആൻ പറയുമ്പോ വിശ്വാസികൾ ഏറ്റു പറഞ്ഞു. എന്ത്? അന്നാറു ഹഖുൻ, നരകം ഹഖാണ്, അൽ ജന്നത്തു ഹഖുൻ, സ്വർഗം ഹഖാണ്. വിശ്വാസികൾ പറഞ്ഞു മീസാനു ഹഖുൻ, അൽ മീസാനു ഹഖുൻ, തുലാസ് ഹഖാണ്, യാഥാർത്ഥ്യമാണ്. സിറാത്തു ഹഖുൻ, നാളെ സിറാത്തുണ്ടത് ഹഖാണ് എന്ന് വിശ്വാസികൾ പറഞ്ഞപ്പോ ഇത് ഇസ്ലാം പറഞ്ഞതാണ്, ദീൻ പറഞ്ഞതാണ്, ഇസ്ലാം പഠിപ്പിച്ചതാണ് എന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾ ഇസ്ലാമായി പഠിച്ചതും മനസ്സിലാക്കിയതും ചെറിയ ആളുകളല്ല, വലിയ വലിയ ആളുകൾ തന്നെ പഠിച്ചു എന്ന് പറഞ്ഞെന്താ ഇതൊന്നും ശരിയല്ല. ഏത് ശരിയല്ല? സ്വർഗവും നരകവും ഒരു ശരിയായ ഏർപ്പാടല്ല. സ്വർഗവും നരകമൊന്നും ശരിയായ ഏർപ്പാടല്ല എന്ന് ചിന്തിച്ചവരും ആ രൂപത്തിൽ സംസ്കരിപ്പിക്കപ്പെട്ടവരും ചിന്തിച്ചവരുമാണ് അവരെന്ന് പണ്ഡിതന്മാരാ പറയുന്നത്. റാബിയത്തുൽ അദവിയന്റെ അതേ പവറുള്ള ഒരു പെണ്ണാണ്, ആണാണ്. അതുകൊണ്ട് തന്നെ റാബിയത്തുൽ അദവിയനെ തടയാനും ചോദ്യം ചെയ്യാനും ഒക്കെ ഹസനുൽ ബസരിക്ക് ധൈര്യമുണ്ട്. ഹസനുൽ ബസരി വന്നിട്ട് മുന്നിലങ്ങ് നിന്നു. മുന്നിലങ്ങ് നിന്നിട്ട് കൈ കൊണ്ട് തടുത്ത് അവിടെ വെച്ചു. ഖിഫി യാ റാബിയ, നിൽക്കവിടെ റാബിയ. എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടാ പോകുന്നത്? ഈ വെള്ളവും കയ്യും ഈ വെള്ളവും തീയും കൊണ്ട് നിങ്ങൾ എങ്ങോട്ടാ ഓടുന്നത്? എന്ത് അലാക്കുണ്ടാക്കാനാ പോകുന്നത്? റാബിയ പറഞ്ഞു, മാറൂ ഹസൻ, ഹസൻ മാറണം, ഞാൻ എന്റെ ദൗത്യം നിർവഹിക്കട്ടെ, എന്റെ ദൗത്യ നിർവഹണത്തിൽ നീ തടസ്സമാകരുത്. റാബിയ ഹസനുൽ ബസരിയോട് പറയുന്നത്. ഹസനുൽ ബസരി ചോദിച്ചു, എന്ത് ദൗത്യം നിർവഹിക്കാനാ നിങ്ങൾ പോകുന്നത്? ഞാൻ വിടൂല. എന്ത് ദൗത്യം നിർവഹിക്കാനാ പോകുന്നത്? പറ, എന്തിനാ നിങ്ങൾ പോകുന്നത്? മാറാനാ പറഞ്ഞത് റാബിയത്തുൽ അദവിയ. ഞാനൊരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട്, അത് ചെയ്യട്ടെ. എന്താ എന്ന് ചോദിച്ചു. എന്തിനാ നിങ്ങളെ കയ്യിൽ ഈ വെള്ളവും തീയും? അവിടുന്ന് പറഞ്ഞു, അല്ലയോ ഹസൻ, എന്റെ കയ്യിലുള്ള ഈ വെള്ളം ഇത് നരകം അണക്കാനുള്ളതാണ്, നരകം കെടുത്തിക്കളയാനുള്ളതാണ്. കത്തിയാളുന്ന നരകം ഞാൻ ഈ പാട്ടയിലെ വെള്ളമൊഴിച്ച് ഞാൻ കെടുത്തിക്കളയും. എന്റെ ഈ കയ്യിലുള്ള തീയ് എന്തിനാണെന്നറിയോ? സുഖലോക സ്വർഗല്ലേ, അത് കത്തിച്ചാമ്പലാക്കാനാണ്, അത് കത്തിച്ചു കളയാനാണ്, അത് കത്തിക്കരിച്ചു കളയാനാണ്. സുബ്ഹാനല്ലാഹ്. ഹസനുൽ ബസരി ചോദിച്ചു, നിങ്ങൾ എന്തിനാ അങ്ങനെ? ചെയ്യാനല്ല, ചെയ്യാനുള്ള ആ ഒരു ദാഹം പ്രകടിപ്പിക്കുകയാണ് റാബിയത്തുൽ അദവിയ. ഉടനെ തന്നെ ചോദിച്ചു ഹസനുൽ ബസരി, അല്ല, സ്വർഗം കത്തിച്ചിട്ട് നരകം കത്തിച്ചിട്ട് നരകം അണച്ചു കളഞ്ഞിട്ട് സ്വർഗം കത്തിച്ചിട്ട് നീ ജനങ്ങളൊക്കെയും അള്ളാഹുവിനെ ആരാധിക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗം നേടാനുമല്ലേ? നിങ്ങൾ സ്വർഗം നരകവും കത്തിക്കാൻ പറ്റുമോ? അത് കെടുത്തിക്കളയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ റാബിയത്തുൽ അദവിയ പറഞ്ഞു, അതെ 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 ഹസൻ, ഇതാണ് എന്റെ പരാതി. ഇവിടെ ഉള്ള ജനങ്ങളൊക്കെ പടച്ചോൻ ആരാധിക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്, സ്വർഗത്തിൽ കടക്കാനാണ്. അങ്ങനെ ഒരു കുട്ടിയും ഇവിടെ റബ്ബിനെ ആരാധിക്കേണ്ട, അള്ളാഹിനോട് സ്നേഹമുള്ളവർ മാത്രം ആരാധിച്ചാൽ മതി. ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ല,
ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുന്നത് സ്വർഗത്തിൽ കടക്കാനല്ല, എന്നെ അള്ളാഹു സൃഷ്ടിച്ചതിലുള്ള, എനിക്ക് അള്ളാഹു ചെയ്തു തന്നതിലുള്ള അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കുകയാണ്. ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞു, അതാണ് എന്റെ പ്രശ്നം. ജനങ്ങളൊക്കെ ആരാധിക്കുന്നത് നരകവും സ്വർഗവും പേടിച്ചിട്ടാ. അപ്പൊ ആ സിസ്റ്റം ഇവിടെ വേണ്ട, ആ സംവിധാനം ഇവിടെ വേണ്ട, ആ സംവിധാനം വേണ്ട. കാരണം അള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയത് ശരിയായില്ല എന്നാ പറഞ്ഞത്. അത് റബ്ബ് ഏർപ്പെടുത്തിയ സംവിധാനമല്ല, അത് ശരിയായില്ല, അതൊന്നും വേണ്ട. സ്വർഗം ഉള്ളത് കൊണ്ടല്ലേ, നരകം ഉള്ളത് കൊണ്ടല്ലേ ആളുകൾ സ്വർഗത്തെ ആഗ്രഹിച്ചു നരകത്തെ പേടിച്ചു ഇബാദത്ത് ചെയ്യണത്. അത് വേണ്ട, സിസ്റ്റം ഇവിടെ വേണ്ട, സിസ്റ്റം ശരിയല്ല. അതുകൊണ്ട് നരകത്തെ കെടുത്താൻ പോവാണ്. എങ്ങനെ കപ്പിലെ വെള്ളം കൊണ്ട്. ഒരു കപ്പിലെ വെള്ളമായിട്ട് നരകത്തെ കെടുത്താൻ പോയി. നിങ്ങൾ മനസ്സിലാക്കണോ എന്താ നരകം എന്ന് മനസ്സിലാക്കിയോ? മനസ്സിലായോ നരകം എന്താണ്? ഖുർആൻ പറഞ്ഞ എന്താ? ഇന്നഹാ തർമീ ബിശററിൻ കൽ ഖസ്ർ കഅന്നഹു ജിമാലതു സുഫർ വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ. അല്ലാഹ് പറയാണ്, എന്താ പറഞ്ഞ നരകത്തെ കുറിച്ച്? ഇന്നഹാ തർമീ ബിശററിൻ കൽ ഖസ്ർ. ആ നരകത്തിൽ നിന്ന് തീപ്പൊരി പാറുന്നത് നിനക്ക് കാണാം. നരകം ഇങ്ങനെ തീപ്പൊരി എറിഞ്ഞുകൊണ്ടിരിക്കും നരകത്തിൽ നിന്ന്. അത് കണ്ടാലോ കൽഖസുരി, ഒരു കൊട്ടാരം പോലെ ഉണ്ടാകും. ഒരു തീപ്പൊരി പാറിയതാ, നോക്കുമ്പോ ഒരു കൊട്ടാരം പറന്നു പോണ പോലെ തോന്നുന്ന. കഅന്നഹു ജിമാലതു സുഫർ, ഒരു മഞ്ഞ ഒട്ടകം നടന്നു പോവുകയാണോ എന്ന് തോന്നും. ഒരു ചെറിയ തീപ്പൊരിയുടെ കാര്യം പറഞ്ഞത്. ഇത് കെടുത്താൻ ഒരു കപ്പ് വെള്ളമിട്ട് പോയത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ചിന്ത ആളുകൾക്കിടയിലേക്ക് വന്നു. മാത്രമല്ല, ഇത് ഒരു വ്യക്തി കേവലം അയാൾ പ്രസംഗത്തിന്റെ പ്രാസ്യത്തിന് വേണ്ടി പ്രസംഗിച്ചു പോയതാണോ? അല്ല, നേരെ മറിച്ച് അതൊരു ചിന്തയാണ്, ചിന്താഗതിയാണ്. ഇവിടെ നമുക്ക് സൂഫികളെ മനസ്സിലാക്കാൻ കഴിയാത്തത്. സൂഫികൾ എന്ന് പറഞ്ഞത് ആശയ സൗന്ദര്യത്തിന്റെ ഉടമകളാണ്. അവർക്ക് അതിനപ്പുറമൊന്നും ചിന്തിക്കാൻ കഴിയില്ല. അവര് അള്ളാഹു അല്ലാത്തൊരു ചിന്ത അവരില്ല. അവർ സ്വർഗത്തെ പോലും കാണുന്നില്ല. സൂഫിക്ക് സ്വർഗം അന്യാണ്. അങ്ങനെയാണ്. കുഞ്ഞായി മുസ്ലിയാർ പറഞ്ഞില്ലേ, പടച്ചോനെ ഇന്ന നരകത്തിലുണ്ടെങ്കിലും എനിക്ക് അത്ര വലിയ ബേജാറൊന്നുമില്ല. പിന്നെ എൻ്റെ നാട്ടിൽ മാവിലായിക്കാരായി കുറെ തമ്മാടികൾ ഉണ്ടായിരുന്നു. എന്നെ നീ നരകത്തിലിട്ടാൽ ആ മാവിലായിക്കാർ പിന്നെ നരകത്തിൽ കിടക്കുമ്പോൾ അവർ പറയും, ഇതൊക്കെ പറഞ്ഞ് നന്നായി നടന്നു എന്ന് നമ്മളെ മുന്നിൽ വയറു പറഞ്ഞിരുന്ന മൂല്യരാപ്പളയും നമ്മളെ കൂട്ടത്തിൽ തന്നെ വന്ന് കിടന്നല്ലോ എന്ന് പറയുമ്പോൾ നിനക്ക് വല്ല മാനക്കളുണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് നരകത്തിൽ ബേജാറൊന്നുമില്ല. ഇതൊരു സൗന്ദര്യ. എങ്ങനെയുണ്ട് ആ സൗന്ദര്യോ? ഇതൊരു സൗന്ദര്യമാണ് എന്നാണ്. ഇങ്ങനെ ഓരോരുത്തരും അവനവന് സൗന്ദര്യം തോന്നിയുള്ള കാര്യം ആലോചിക്കടി. അവരവർക്ക് തോന്നണൊക്കെ സൗന്ദര്യമായിട്ട് തോന്നിയാല്, ഈ സൗന്ദര്യം അള്ളാഹുവിന്റെ റസൂൽ ഉണ്ടായിരുന്നില്ലേ? നബിക്ക് ഈ സൗന്ദര്യം ഉണ്ടായിരുന്നില്ലേ? അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും അധികം പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ്? നബി തന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഇഹത്തിലും പരത്തിലും ഞങ്ങൾക്ക് നീ നന്മ തരണേ റബ്ബേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ എന്ന് പ്രാർത്ഥിച്ചതാരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ ഈ സൗന്ദര്യം നബിക്കറിയുമായിരുന്നില്ലേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന്? ആ സൗന്ദര്യം നരകം എന്തിനാ വെറുതെ ഉണ്ടാക്കിയത്? അത് വേണ്ടായിരുന്നുവെന്ന നിലപാട് റസൂലിനൊക്കെ അറിയുമായിരുന്നോ? ഇല്ല. ഇനിയും മറിച്ച് നോക്ക്, വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അള്ളാഹുവിന്റെ സച്ചരിതരായ അടിമകൾ അള്ളാഹു അവരെ വിളിച്ചത് ഇബാദുർ റഹ്മാൻ എന്നാണ്. ഇബാദുർ റഹ്മാൻ എന്നാണ്. അങ്ങനെ പരമകാരുണ്യകനായ അള്ളാഹുവിന്റെ അടിയാറുകൾ എന്നുള്ള ഓമനെ പേരിട്ട് വിളിച്ച ആളുകളുടെ പ്രാർത്ഥന ഖുർആൻ പറഞ്ഞു. എന്താ അവര് പ്രാർത്ഥിക്കുന്നത്? വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഖറാമ ഇന്നാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബേ, നരകം ഞങ്ങളിൽ നിന്ന് അകറ്റിക്കളയണം റഹ്മാനെ, നരകത്തിൽ നിന്ന് ഞങ്ങളെയും അകറ്റിക്കളയണം റഹ്മാനെ, ഞങ്ങൾക്കത് താങ്ങാൻ കഴിയുന്നതല്ല, ഞങ്ങൾക്കതിന് താങ്ങാൻ കഴിയുന്നതല്ല, അത് മോശമായൊരു സങ്കേതമാണ് റബ്ബേ, അതിന്റെ പരിസരത്ത് പോലും ഞങ്ങളെ എത്തിക്കല്ല റബ്ബേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ് ഇബാദുർ റഹ്മാൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ അവർക്ക് മനസ്സിലായില്ല സൂഫിയുടെ ഈ സൗന്ദര്യം.
അവർക്കാർക്കും മനസ്സിലായില്ല. അവര് കൊതിച്ചു, സ്വർഗം കൊതിച്ചു. ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂല് പടപ്പുറപ്പാട് നടത്തുമ്പോ ഇതാ സജ്ജമാക്കപ്പെട്ട ആ സംവിധാനത്തിനിടയിൽ ഒരു സഹാബി ഇങ്ങനെ കുറച്ച് കാരക്ക കയ്യിലെടുത്തിട്ട് അതിങ്ങനെ കഴിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ രണാങ്കണത്തിലേക്ക് ഞാൻ ചാടി ഇറങ്ങിയിട്ട് ഇവിടെ വെച്ച് ഞാൻ ഷഹീദായാൽ എനിക്ക് എന്താണ് കിട്ടുക നബിയേ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല സഹാബിയോട് പറയുന്നു, അൽ ജന്ന, സ്വർഗമാണ്, സ്വർഗമാണെന്ന് പറയുമ്പോ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ കാരക്ക മുഴുവൻ ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് അദ്ദേഹം രണാങ്കണത്തിലേക്ക് ചാടിയിറങ്ങി യുദ്ധം ചെയ്ത് ഷഹീദായെന്ന് സ്വഹീഹായ ഹദീസാണ്. അവർ സ്വർഗം കൊതിച്ചിട്ടാ ചെയ്തത്. അതാ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഈമാനും വേണം വഹ്തിസാബും വേണം എന്ന്. ഈമാനും വേണം വഹ്തിസാബും വേണം, വിശ്വാസം വേണം, അതോടൊപ്പം പ്രതിഫലം കൊതിക്കണം. എനിക്ക് അല്ലാഹു സ്വർഗം തരണം. അതുകൊണ്ടാണ് നബി പറഞ്ഞത്, ചോദിക്കുമ്പോ, അള്ളാഹിനോട് ചോദിക്കുമ്പോ, സ്വർഗം ചോദിക്കുമ്പോ ചെറുത് ചോദിക്കണ്ട. പടച്ചോനെ ആ സ്വർഗത്തിന്റെ മൂട്ടിൽ എന്നെ കിടത്തിയാൽ മതി എന്ന് പറയണ്ട. ചോദിക്കുമ്പോ ജന്നാത്തുൽ ഫിർദൗസ് ചോദിച്ചോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുതല്ല ചോദിക്കണ്ട, പടച്ചോനെ എനിക്ക് ജന്നാത്തുൽ ഫിർദൗസ് തന്നെ തരണം. അള്ളാഹിനോട് ചോദിക്കാനാ പറഞ്ഞത്, റബ്ബിനോട് ചോദിക്കാനാ പറഞ്ഞത്, അത് കൊതിക്കണമെന്നാ പറഞ്ഞത്. സൂഫിയുടെ സൗന്ദര്യത്തിലോ സ്വർഗം അനാവശ്യമാണ്. സ്വർഗം അനാവശ്യമാണ്, നരകം അനാവശ്യമാണ്. സ്വർഗം കത്തിക്കേണ്ടതാണ്, നരകം കെടുത്തേണ്ടതാണ്. വലൗലാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ പ്രവാചകന്മാർ അവർ വന്നില്ലായിരുന്നെങ്കിൽ, ലോകത്ത് കഴിഞ്ഞു പോയില്ലായിരുന്നെങ്കിൽ, ബില്ലഹദി സാബിഖാ, അവര് കരാറുകളുമായി വാഗ്ദാനങ്ങളുമായി ലോകത്ത് കഴിഞ്ഞു പോയില്ലായിരുന്നെങ്കിൽ, ലഅഗ്ലഖതു അബ്വാബൽ ജഹീമി ബിഅളമതി, എന്റെ പ്രതാപം കൊണ്ട് നരകത്തിന്റെ വാതിലുകൾ ഞാൻ അടച്ചു കളയുമായിരുന്നുവെന്ന് മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞു. അത്രേ മുഹീദ്ദീൻ പറഞ്ഞില്ലെന്ന് വേറെ അന്വേഷിക്കണം. പക്ഷെ പാടിയത് എങ്ങനെ? എന്ത് നബിമാര് വന്നില്ലായിരുന്നെങ്കിൽ നരകം ഞാൻ ക്ലോസ് ചെയ്ത് കളയുമായിരുന്നു. എന്റെ പ്രതാപം കൊണ്ട്, എന്റെ ശക്തി കൊണ്ട് നരകം എന്നുള്ള ആ സംവിധാനം തന്നെ എടുത്തു കളയുമായിരുന്നു എന്ന് മുഹീദ്ദീൻ ശൈഖ് പറയാണ്. ഇതൊന്നും അല്ലാഹ് ഖുർആനിൽ പറഞ്ഞ മതമല്ല മാന്യ സഹോദരങ്ങളെ. ഇതൊന്നും ഖുർആൻ പഠിപ്പിച്ച നല്ലവരല്ല. ഖുർആൻ പഠിപ്പിച്ച നല്ലവര്, അള്ളാഹുവിലേക്ക് അടുത്തവരെ പറ്റി ഖുർആൻ എന്താ പറയുന്നത്? യർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു, അവർ അല്ലാഹുവിന്റെ ശിക്ഷയെ പേടിക്കുന്നവരാണ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ കൊതിക്കുന്നവരുമാണ്. അവരാ നല്ല മനുഷ്യർ. ഇത് ഖുർആൻ പറഞ്ഞതാണ്. പക്ഷെ പിന്നീട് സൂഫിസം വന്നിട്ട് തോന്നിയാസം പറഞ്ഞു. ആ തോന്നിയാസം ഖുർആനിൽ ഉണ്ടാവൂല, ഹദീസിലുണ്ടാവൂല. പക്ഷേ ഈ ഖുർആനിന്റെയും സുന്നത്തിന്റെയും തണലിൽ ഇത്തിക്കണ്ണിയായിട്ടാണ് സൂഫിസം കടന്നു വന്നത്. ഖുർആനിന്റെ സുന്നത്തിന്റെ തണലിൽ വളർന്ന് പടർന്ന് പന്തലിച്ച വിശുദ്ധ ഇസ്ലാമാകുന്ന വൃക്ഷത്തിലെ ഇത്തിക്കണ്ണിയായിട്ടാണ് സൂഫിസം കടന്നു വന്നത്. അതുകൊണ്ട് ഇസ്ലാമിലെ സാങ്കേതിക പ്രയോഗങ്ങൾ അവർ ഉപയോഗിക്കും, പക്ഷേ ഇസ്ലാമുമായിട്ട് ബന്ധം ഉണ്ടാവൂല. ഉദാഹരണം പറഞ്ഞാൽ ഔലിയ, ഇസ്ലാമിലെ ഒരു സാങ്കേതിക, വലിയ എന്ന് പറഞ്ഞ ഒരു സാങ്കേതികമായ പ്രയോഗമാണ് അറബിയിൽ, ഇസ്ലാമിൽ. ആരാ ഔലിയ? ഒരാൾ പറയുന്നത് കേട്ടോളൂ, ആരാ വലിയ എന്ന്. ഔലിയാക്കളുടെ സംഘടനയാണ് വാസ്തവത്തിൽ ഈ ഗ്രൂപ്പ്. ഔലിയാക്കൾ മാത്രമാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. ഔലിയാക്കളുടെ സംഘടനയാണ് വാസ്തവത്തിൽ ഈ ഗ്രൂപ്പ്. ഔലിയാക്കൾ മാത്രമാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. കണ്ടോ, ഔലിയാക്കളുടെ സംഘടനയാണ് ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മുടി ഗ്രൂപ്പ്. അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ മനസ്സിലാവുള്ളൂ. മുടി ഗ്രൂപ്പ് ആകുന്ന സമസ്ത, മുടി സമസ്ത എന്ന് പറഞ്ഞാല് ഔലിയാക്കളുടെ സംഘടനയാണ്. ഔലിയാക്കളാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാ. അപ്പോഴോ മറ്റേ സമസ്ത, അതിപ്പോ ആരാ? അവരാരെ നയിക്കണേ കേട്ടോളൂ. ഔലിയാക്കളെ കൂടെ നിന്നോ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് ഔലിയാക്കളെ സഭയാണ്, ഇത് ഔലിയാക്കളുടെ സ്ഥാനാണ് സമസ്ത കേരളമേത്തുള്ളമ. ഔലിയാക്കളെ കൂടെ നിന്നോ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് ഔലിയാക്കളെ സഭയാണ്, ഇത് ഔലിയാക്കളുടെ സ്ഥാനാണ് സമസ്ത കേരളമേത്തുള്ളമ. കണ്ടോ? അപ്പോ സമസ്ത കേരള ജമിയത്തുലമ ഈ കാര്യം പറയുന്നത് ഇത് ഔലിയാക്കളുടെ സഭയാണ്, ഇത് ഔലിയാക്കളുടെ സഭയാണ്, ഇതിന്റെ കൂടെ നിന്നോളാനാ പറയുന്നത്. മറ്റേത് ഔലിയാക്കളുടെ ഗ്രൂപ്പായത് എന്നാണ്. അപ്പോ ഇവർ രണ്ടുപേരും ഔലിയാക്കൾ എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ ഈ ഔലിയാക്കളെ കൊണ്ട് ഇടങ്ങറാവല്ലോ. രണ്ടു കൂട്ടരും ഔലിയാക്കളാണെന്നാ. പക്ഷെ ഈ ഔലിയ എന്ന് ഇവര് പറഞ്ഞ് നമ്മൾ അന്വേഷിച്ചപ്പോഴറിഞ്ഞത് ഇത് സംഗതി ഔലിയ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയ ഖുർആൻ പറഞ്ഞ ഔലിയല്ല. ഇത് ഖുർആൻ പഠിപ്പിച്ച ഔലിയല്ല. ഖുർആൻ പഠിപ്പിച്ച ഔലിയ ആരാ? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ.
ഖുർആൻ പറഞ്ഞ ഔലിയാക്കൾ അവരാ. അറിയണം, മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച പോലല്ല. നേരെ മറിച്ച് ഔലിയാക്കൾ ആരാ ഔലിയാക്കൾ മനസ്സിലാക്കണം നിങ്ങൾ. അവരുടെ സവിശേഷത തന്നെ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർ പടപ്പുകളെ പേടിക്കൂല, ഒരു ഭയം ഓർക്കില്ല, ഒരു ക്ലേശം ഉണ്ടാവൂല. ബേജാറായി നടക്കുന്നവരല്ല അവര്, ഒരു ബേജാർ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാവൂല. അള്ളാഹുവിനെ പേടിക്കുന്നവരാണ്. ആ പേടി മാത്രം അവരുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ്. അവർക്ക് ഭയമില്ല, ക്ലേശമില്ല. പിന്നെ ആരാ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ഈമാനുള്ളവരാണ്, വിശ്വാസമുള്ളവരാണ്, വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുന്നവരാണ്. വകാനൂ യത്തഖൂൻ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട്, ഹലാലുകൾ മാത്രം ചെയ്തുകൊണ്ട്, ഹറാമുകളിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിന്നുകൊണ്ട്, സുന്നത്തുകൾ നിർവഹിച്ചുകൊണ്ട്, ഫർളിന് പുറമെ സുന്നത്തുകൾ അനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക്, റബ്ബിലേക്ക് സാമീപ്യം നേടിയവർ, അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾ, റബ്ബ് തൃപ്തിപ്പെട്ട ആളുകൾ, അവരാണ് യഥാർത്ഥത്തിൽ ഔലിയാക്കൾ. ഇത് ഇസ്ലാം പറഞ്ഞു, ഇസ്ലാം പഠിപ്പിച്ചു. ഏറ്റവും ഔലിയാക്കളിൽ ഏറ്റവും വലിയ സ്ഥാനമുള്ള ആള് നബിമാരാണ്. ഏറ്റവും സ്ഥാനമുള്ള മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ സ്ഥാനമുള്ള ആള്. അത് കഴിഞ്ഞാൽ ഔലിയാക്കൾ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ള ആള് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. നമുക്കറിയാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് വരും, നമ്മുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിന്റെ ജീവിത രീതിയും അദ്ദേഹത്തിന്റെ സംസ്കാരവും അദ്ദേഹത്തിന്റെ നന്മയും ഒക്കെ. ആ ഈമാനിന് തുല്യമായി മദീനത്തെ ഒരു മനുഷ്യൻ, ആ സമൂഹത്തിന്റെ മുഴുവൻ ഈമാൻ എടുത്തു വെച്ചാലും ഒരിക്കലും അബൂബക്കറിന്റെ ഈമാനിന് കനമൊക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മഹാനാണ്. അടുത്ത ആൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. മനസ്സിലാവല്ലോ ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സംസ്കാരം, അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ ശൈലി, മരിക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ നിലപാട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, പിന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, പിന്നെയോ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഈ 4 പേരല്ലാത്ത ബാക്കി 6 പേർ അങ്ങനെയാണ്. അങ്ങനെ വന്നു. പിന്നെയോ മുഹാജിറുകള്, അവരിൽ മുന്നേ പോയ ആളുകള്, അങ്ങനെ പദവികൾ, ഔലിയാക്കളുടെ ദർജകൾ അങ്ങനെയാ വരിക. എങ്കിൽ മാന്യ സഹോദരങ്ങളെ മനസ്സിലാക്കണം, ഈ രൂപത്തിലെ ഇസ്ലാം പഠിപ്പിച്ച വലിയുകളെങ്കിൽ പിന്നീട് ഇസ്ലാം മറക്കപ്പെട്ടതിനു ശേഷം കടന്നു വന്ന വലിയുകളോ ഔലിയാക്കളോ അവരുടെ പ്രത്യേകത എന്താ? അവരാരാ? ആളുകൾ ഔലിയാക്കൾ എന്ന നിലയിൽ മനസ്സിലാക്കിയത് എന്താ? ബഹുമാനപ്പെട്ട കൽപ്പറ്റ സൂഫി മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു, ബഹുമാനപ്പെട്ടവർ ശരീരത്തിൽ ഡ്രസ് ധരിക്കാറില്ല. കൽപ്പറ്റങ്ങാടിയിലൂടെ ഡ്രസ് ധരിക്കാതെ നടന്നു പോകുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ പോലും അങ്ങനെ തന്നെ അദ്ദേഹം വിവസ്ത്രനായി നടക്കുമ്പോൾ ഒരു ദിവസം പറഞ്ഞു അത്രേ, ഒരു ടെക്സ്റ്റൈൽസ് ഉടമയുടെ തുണിഷാപ്പിൽ ചെന്നുകൊണ്ട് പറഞ്ഞു അത്രേ, ഒരു തുണിക്കഷ്ണം താ, ഞാൻ എന്റെ ഔറത്ത് മറക്കട്ടെ, ഒരു മനുഷ്യൻ വരുന്നുണ്ട് എന്ന്. നാട്ടുകാർക്കത് ആദ്യത്തെ അനുഭവമാണ്. അന്ന് വരെ അവർക്കില്ലാത്തൊരു ശബ്ദം ബഹുമാനപ്പെട്ട സൂഫി ഉസ്താദിന്റെ വാക്കിൽ നിന്നുകൊണ്ട് നാട്ടുകാർ പറഞ്ഞു, എന്താണ്, ആരാണ് മനുഷ്യൻ? അദ്ദേഹം വരുന്നുണ്ട്, ഇപ്പൊ കൽപ്പറ്റ എത്തും, അതുകൊണ്ട് ഞാൻ എന്റെ നഗ്നത മറക്കട്ടെ, മനുഷ്യർ കാണുമ്പോൾ നഗ്നത പ്രദർശിപ്പിക്കുന്നത് ഹറാമാണ്, ഞാൻ ഉടുമുണ്ടുടുക്കട്ടെ. അവസാനം അദ്ദേഹം ഫുൾ ഡ്രസ്സിലായി, തലമറച്ചു, ഭംഗിയായ വസ്ത്രം ധരിച്ചു. അല്പം കഴിഞ്ഞപ്പോഴേക്കും ആ കൽപ്പറ്റയിൽ വന്നിറങ്ങി ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി നവറല്ലാഹു മർഖദഹു. ഔലിയാക്കൾക്ക് ഔലിയാക്കന്മാരെ അറിയൂ, ഔലിയാക്കൾക്ക് ഔലിയാക്കന്മാരെ അറിയൂന്ന്. അതുകൊണ്ട് കൽപ്പറ്റ സൂഫി ഔലിയ എന്ന് പറഞ്ഞ ആൾ തുണി ഉടുക്കാറില്ലായിരുന്നു. അതാണ് അദ്ദേഹം ഔലിയ എന്നുള്ള തുണി ഉടുക്കാൻ നടക്കുന്ന ആളായിരുന്നു. അങ്ങനെ കുറെ കാലം നടന്നപ്പോ അദ്ദേഹത്തിന് സുപ്രഭാതത്തിൽ ടെക്സ്റ്റൈൽ ചെന്ന് പറഞ്ഞു, വേഗം കുറച്ച് തുണി ഒരു മനുഷ്യൻ വരുന്നുണ്ട്.